വിവാദമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ചോപ്പർ അഴിമതിയിൽ നെഹ്റു കുടുംബത്തിനെതിരായ രേഖകൾ പുറത്ത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഇടപാടിൽ പണം കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള അതിനിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ ഇറ്റലി ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസ് ഇതോടെ വൻ കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് മുഖം രക്ഷപ്പെട്ട കോൺഗ്രസിന് ഈ തിരിച്ചടി അതിജീവിക്കുക പ്രയാസമായിരിക്കും. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കാനെത്തുമ്പോൾ ഈ അഴിമതിയായിരിക്കും BJP ആയുധമാക്കുക. അതോടെ കോൺഗ്രസിന്റെ എല്ലാ കണക്കുകൂട്ടലും എല്ലാ പ്രതീക്ഷകളും തകിടം മറിയും. 2014 വരെയുള്ള രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് ഈ അഴിമതി നടന്നതും വിവാദമായതും. ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ഫിൻമെക്കാനിക്ക നിർമ്മിച്ച 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ 3600 കോടി രൂപ ചെലവിൽ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചപ്പോൾ ഇടനിലക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി നൽകി എന്ന അഴിമതി കേസാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ചോപ്പർ അഴിമതി. 2010 ഫെബ്രുവരിയിൽ അന്നത്തെ UPA സർക്കാർ 3600 കോടി രൂപയ്ക്ക് 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് AW101 ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. 2012 നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഈ ഇടപാട് നടത്താൻ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയതോടെയാണ് ഹെലികോപ്റ്റർ കുംഭകോണം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇറ്റലിയിലാണ് തട്ടിപ്പാദ്യം പുറത്തായത്. 2013 ഫെബ്രുവരിയിൽ ഇന്ത്യൻ എയർഫോഴ്സുമായുള്ള ഇടപാട് ഉറപ്പാക്കാൻ കമ്പനി ഇടനിലക്കാർക്ക് കൈക്കൂലി നൽകിയെന്നാരോപിച്ച് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ CEO ബ്രൂണോ സ്പാഗ്ലോണിയെ ഇറ്റാലിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തു. 2 ഇടനിലക്കാരായ ഗൈഡോ ഹാഷ്കെ, കാർലോ ജെറോസ എന്നിവരെ മിലാൻ അപ്പീൽ കോടതി അന്താരാഷ്ട്ര അഴിമതി, കൈക്കൂലി, ഇന്ത്യൻ എയർഫോഴ്സുമായി ഹെലികോപ്റ്റർ ഇടപാട് ഉറപ്പിക്കാൻ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിച്ചു. 2014 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഈ കരാർ റദ്ദാക്കി. ഇതേവരെ ഇറ്റലിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ കേസിലെ വിധിന്യായം ഇറ്റാലിയൻ സർക്കാർ ഇപ്പോൾ ഡീക്ലാസിഫൈ ചെയ്ത് പരസ്യമാക്കിയിരിക്കുകയാണ്. മൂന്നാമതും അധികാരമേറ്റ ശേഷം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി നടത്തിയ ആദ്യ വിദേശ യാത്രയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഈ രേഖകൾ അദ്ദേഹത്തിന് കൈമാറി. ഈ കോടതി വിധി പുറത്തേക്ക് വിടരുത് എന്നും ഒരു രഹസ്യരേഖയായി സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ UPA സർക്കാരും സോണിയാഗാന്ധിയും ഇറ്റാലിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അവർ 2013 ഈ വിഷയത്തിൽ ഇറ്റാലിയൻ സർക്കാരുമായി ഒരു ധാരണയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ ഇന്ത്യയിൽ ഇന്നുവരെ അപ്രാപ്യമായിരുന്നു. ഈ വിധി പ്രസ്താവത്തിൽ സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ നായികയ്ക്കും പണം നൽകിയെന്ന് പ്രതികൾ ഇറ്റാലിയൻ കോടതിയിൽ സമ്മതിച്ചതാണ്. 250 പേജ് വരുന്ന ആ നിർണായക വിധി പ്രസ്താവത്തിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയും അന്നത്തെ കേന്ദ്ര സർക്കാരും ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതേവരെ രഹസ്യരേഖയായി സൂക്ഷിച്ച ആ കോടതി വിധി പരസ്യമാകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ പ്രകമ്പനങ്ങൾക്ക് തന്നെ വഴിയൊരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.